വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ പോവാണ് ദുബായ് വരെ. ദുബായ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ വേറൊരിടത്ത് പോകുന്നുണ്ട്. അത് എവിടെയാണെന്നുള്ളത് വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമേ. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അൽച്ചേട്ടൻ ജസ്റ്റ് ബെക്കാല വരെ ഒന്ന് പോയി. അല്ലിക്കുട്ടിയാണെങ്കിൽ ചോറൊന്നും നേരെ കഴിച്ചിട്ടില്ല. അപ്പം കേക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയി. പിന്നെ അൽച്ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ദുബായിലേക്ക് പോകും. ഇനി നമുക്ക് അവരുടെ അടുത്തെത്തിയിട്ട് കാണാമേ. അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ അല്ലിക്കുട്ടി നല്ല ഉറക്കമായി. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം നല്ല വെയിലും ചൂടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷീണം കാരണം അല്ലിക്കുട്ടി ഉറങ്ങിപ്പോയി. ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ 2.5 hour ഒരു ക്രൂസ് ഷിപ്പ് ട്രാവലിന് വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വിഷ്ണുചേട്ടനും മീനും നന്നും ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരെ കണ്ടപ്പോൾ തന്നെ അല്ലിക്കുട്ടിക്ക് സന്തോഷമായി. മുമ്പ് ഇങ്ങനെ വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലിക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. നന്നുവിനെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി പുള്ളിക്കാരി. അവർ മുമ്പ് ക്രൂസ് ഷിപ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിത് ആദ്യമായിട്ടാണ്. കുറേ നാളെ അൽച്ചനോട് പറയുന്നു. അന്ന് നാട്ടിൽ പോകുന്നതിന് മുന്നേ അൽച്ചൻ അത് സാധിച്ചു തന്നു. പെർ ഹെഡ് 40 AD ആട്ടോ വരുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡും ഒക്കെ ഉണ്ട്. പിന്നെ ഡാൻസ്, ടെഡി ബിയർ ഡാൻസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഷിപ്പിനകത്ത് തന്നെ. ഇപ്പം ഞങ്ങൾ പോകുന്നൊരു 5 star ക്രൂസ് ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു. 4 star എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വിഷ്ണുചേട്ടനും ഇതിനു മുമ്പ്. പക്ഷേ അതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ട് കണ്ടപ്പോൾ. ഞങ്ങളിപ്പോൾ ഒരു ഹോളിൽ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ഇരിക്കുന്നതൊക്കെ. അവർ മുമ്പ് ഇരുന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളത്തിലൊന്നും പോകാതിരിക്കാനുള്ള. അപ്പം പക്ഷെ അതായിരുന്നു കുറച്ചുകൂടി നല്ലതായിരുന്നു. ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. എന്നാലും ഇതും കുഴപ്പമില്ല. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാം, ജസ്റ്റ് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുത്തു തരും നമുക്ക്. പിന്നെന്താ, അതിനകത്തൊരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു മെഹന്തി ഇട്ട് തരണമെന്ന്. അപ്പം എനിക്ക് ഇടണം എന്നുണ്ട്. പിന്നെ അവസരം ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ട്രാവലൊക്കെ കഴിഞ്ഞ് ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവൾ എൻ്റെ അടുത്ത് വീണ്ടും വന്ന് ചോദിച്ചിട്ടോ മെഹന്തി ഇട്ടായിരുന്നു എന്ന്. എൻ്റെ മുഖത്തെ ആ ഒരു വേണം എന്നുള്ള എക്സ്പ്രഷൻ ആയിരുന്നു എന്തോ. അവസാനം ഞാൻ മെഹന്തി ഇട്ടു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വിഷ്ണുചേട്ടൻ്റെ മീനിൻ്റെ വീട്ടിലേക്കായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾക്ക് വേറൊരിടത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഫുൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നടന്നു നടന്നു.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ട്രാവലിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.